പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരന്മാരെ, വിവാഹം, കുടുംബ ജീവിതം, ഇണകളെ തിരഞ്ഞെടുക്കൽ, ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിക്കണം, പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ, വിശിഷ്യ കുടുംബ ജീവിതത്തിലെ, കുടുംബങ്ങളുടെ വികാസമാണ് സാമൂഹിക ജീവിതം എന്ന് പറയുന്നത്. ധാരാളം കുടുംബങ്ങൾ കൂടിയതാണ് സമൂഹം എന്ന് പറയുന്നത്. സമൂഹം എന്ന് പറയുന്നത് സ്വയം അസ്തിത്വമുള്ള ഒരു സംഗമം, സംവിധാനമല്ല. കുടുംബങ്ങൾ കൂടുന്നതോടുകൂടിയാണ് സമൂഹം രൂപപ്പെടുന്നത്. അതുകൊണ്ട് കുടുംബ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് വിവാഹം എന്ന് പറയുന്നത്. വളരെ വിശുദ്ധമായ സ്വഭാവത്തിൽ ഏറെ ഗൗരവത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ട ഒരു കർമ്മം എന്ന രീതിയിലാണ് വിവാഹം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ദർശനത്തിൽ പ്രത്യേകിച്ചും, ഇസ്ലാം അല്ലാത്ത ദർശനങ്ങളിലും അങ്ങനെ തന്നെയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളില്ലാത്തത് സെക്യുലറിസത്തിന്, മതനിരാസ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. അവിടെ വിവാഹം, കുട്ടികൾ, കുടുംബം, മാതാപിതാക്കൾ, അതിനൊന്നും അൾട്രാ സെക്യുലറിസം എന്നൊക്കെ പറയുന്ന വളരെ മാരകമായ ആ സാധനത്തിൻ്റെ ഉള്ളിൽ വിവാഹത്തിന് മാർക്കറ്റൊന്നുമില്ല. അങ്ങനെ വിവാഹം കഴിക്കേണ്ടതൊന്നുമില്ല. വിവാഹം ഏറ്റവും അപകടകരമായ സംവിധാനമാണ് എന്നാണ് ഈ സെക്യുലർ ലിബറൽ സംവിധാനങ്ങളോടുകൂടി പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നതിനേക്കാൾ, നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഭീകരമായ സ്വഭാവത്തിൽ വിവാഹിതരാകേണ്ട നമ്മുടെ യുവ കൗമാര തലമുറകളിലേക്ക് ഈ മാരകമായ വിഷം, ഈ ചിന്ത വളരെ സമർത്ഥമായി കല, സാഹിത്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മീഡിയ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യുവതലമുറയിലേക്ക് അതിവേഗത്തിൽ പടർന്ന് പരന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്ത്യയൊക്കെ വീട്ടിലൊക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വിവാഹത്തിന് സമ്മതിക്കാത്തൊരു തലമുറ ഇപ്പം നമ്മുടെ വീട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, എല്ലാം ഒത്ത് ശരിയായിട്ട് മതി കല്യാണം എന്നാണ് നമ്മളോട് ലളിതമായിട്ട് പറയുക. ആ ഒരു ഗൗരവത്തോടു കൂടി അതിനെ സമീപിച്ചുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്തത്തെ അത്രയും ആഴത്തിൽ നിർവഹിക്കുന്നതിൻ്റെ ബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിലയിരുത്തലും വിചാരവും വികാരവും ഒക്കെ ആണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാനൊക്കെ കഴിയും. പക്ഷെ അതൊന്നുമല്ലാതെ വിവാഹം ഒരു ഭാരമായി കാണുകയും വിവാഹം കഴിക്കേണ്ടതില്ല എന്നുള്ളതാണ് കൂടുതൽ സൗകര്യപ്രദമെന്ന് മനസ്സിലാക്കുകയും കുടുംബം, കുട്ടികൾ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കലാണ് ജീവിതത്തിൻ്റെ ആസ്വാദനത്തിനും സുഖത്തിനും ബന്ധനമില്ലായ്മക്കുമൊക്കെ നല്ലത് എന്ന അപകടകരമായ ചിന്ത. ഇതെന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളോട് പറഞ്ഞുകൊള്ളുന്നില്ലേ. നമ്മുടെ കുട്ടികൾ ഈ കാരണമൊന്നും പറയില്ല. പക്ഷെ അത്തരം വലിയ കമ്മ്യൂണിക്കേഷനുകൾ, അത്രയും വലിയ പ്രസരണങ്ങൾ അവരിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങി വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വിവാഹത്തിന് സമ്മതിക്കാത്ത ഒരു തലം വേറുണ്ട്. ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ വരും. നമ്മുടെ ആൺകുട്ടി ഒരു പെണ്ണിനായിട്ട് വരികയാണ്. ഏത് പെണ്ണുമാവാം, എങ്ങനെയുള്ള പെണ്ണുമാവാം. ആദർശപൊരുത്തമുണ്ടോ, ജീവിതത്തിൽ ഇണയാക്കാൻ പറ്റിയവളാണോ, നമ്മുടെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തിന് നമുക്ക് താങ്ങും തണലൊക്കെ ആയിട്ട് മാറുമോ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ വളരെ വൈകാരികമായ ഒരു കാലത്ത് കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും ഒന്നും കെൽപ്പില്ലാത്തൊരു സമയത്ത് ഒരു നിമിഷത്തെ കാഴ്ച കൊണ്ട്, ഒരു നേരിയ വർത്തമാനങ്ങൾ കൊണ്ട് പ്രണയം ആരംഭിക്കുന്നു, പ്രേമം ആരംഭിക്കുന്നു. പ്രേമം എന്നൊന്നും പറഞ്ഞാൽ മോശപ്പെട്ടൊന്നുമല്ല.
പക്ഷെ അത് നടത്തേണ്ടവരോടാണ് നടത്തേണ്ടത്. അവിടെ അത് നടത്താതിരിക്കുകയും അവിഹിതവും അനാശ്വാസവുമായി പ്രേമവും പ്രണയവും സ്നേഹവും ഒക്കെ പൂത്തുലയുകയും ചെയ്യുന്ന, വളർന്ന് പന്തലിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഉണ്ടാവേണ്ട കുറേ മേഖലകളുണ്ട്. ഇണകൾ തമ്മിൽ അതുണ്ടാവണം, പ്രണയം ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം, ആർദ്രത ഉണ്ടാവണം, കനിവും ത്യാഗവും ഒക്കെ വളർന്ന് വികസിച്ച് ഉണ്ടാവണം. ആ ഭാഗത്തേക്കല്ല അത് പോകുന്നത്. കല്യാണത്തിന് മുമ്പുള്ള ഘട്ടത്തിലാണ് പ്രണയം, പ്രേമം എന്നൊക്കെ പറയുന്നത്. ഇന്ന് നമ്മുടെ സിനിമകളിലും കലാസാഹിത്യ സംവിധാനങ്ങളിലും നമ്മുടെ ക്യാമ്പസുകളിലും നമ്മളുടെ ആളുകൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന മേഖലകളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതിന് സ്ഥലമോ കാലമോ പ്രായവും വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പോലും നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം കുട്ടികളെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അവർ പ്രതികളല്ല, കുറ്റവാളികളല്ല. അവർ സ്വയം നിർണയിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല. നമ്മൾ വിരിച്ചിടത്ത്, നമ്മൾ വിതച്ചിടത്ത്, നമ്മൾ കുഴിച്ചിടത്ത് നമ്മുടെ കുട്ടികൾ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇരകളാണ് നമ്മുടെ സന്തതികൾ എന്ന് പറയുന്നത്. പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണാടിയാണ് നിങ്ങളുടെ മക്കളെന്ന്. അത് വാപ്പാനും ഉമ്മാനെയും ഉദ്ദേശിച്ചിട്ട് പറയണതാണ്. ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെയും കണ്ണാടിയാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയിലൂടെ നിങ്ങൾക്ക് വാപ്പാനെയും ഉമ്മാനെയും കാണാം. എന്തായിരുന്നു അവരുടെ വാപ്പ, എന്തായിരുന്നു അവരുടെ ഉമ്മ, എന്തായിരുന്നു അവരുടെ കുടുംബജീവിതം എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അടയാളങ്ങളിലൊന്ന് ആ മക്കളെ നിങ്ങൾ നോക്കിയാൽ മതി. 10 ഗുണം 10 ഗുണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് വീടിനേക്കാൾ സങ്കീർണവും ഭയാനകവുമാണ് വീടിന് പുറത്തുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മളായിട്ട് ഒരുക്കിയതാണ്. വാപ്പയമ്മി ഒരുക്കിയെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ കലാ സാംസ്കാരിക പ്രാക്ടീസുകൾ, നമ്മളുടെ തുറന്ന സംവിധാനങ്ങൾ, രാഷ്ട്രീയ മത അഭ്യാസങ്ങൾ എല്ലാം കൂടി ചേർത്ത് ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഈ വളരുന്ന തലമുറയെ പരിപോഷിപ്പിക്കാനാണല്ലോ. നമ്മുടെ വിദ്യാലയങ്ങൾ അതിനാണ്, നമ്മുടെ കലാകായിക സാംസ്കാരിക സംവിധാനങ്ങൾ അതിനാണ് എല്ലാം. അപ്പം അവർ എന്താണ് വിളമ്പിയത്, അവർ എന്താണ് വിതച്ചത്, എവിടെയാണ് അവർ കുഴി കുഴിച്ച് വെച്ചത്, ഇതിൻ്റെ ഏറ്റവും അപകടകരമായ ഇരകളായി ഏറ്റവും സാധുക്കൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. അപാരമായ സ്വാതന്ത്ര്യബോധവും അതുപോലെ തന്നെ വലിയ വിശകലന വിദ്യാഭ്യാസ വിവരപടുത്തം കൊണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ വളരെ ദുർബലരും നിസ്സാരന്മാരും ഏത് ചതിക്കുഴികളിലും യാതൊരു ആലോചനകളുമില്ലാതെ ഈയാമ്പാറ്റകളെ പോലെ വന്നു വീഴാൻ പരുവത്തിൽ നമ്മുടെ രാഷ്ട്രീയ മത കലാ സാഹിത്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ കുട്ടികൾ എല്ലായിടത്തേക്കും പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരാണ് പ്രതികൾ. ആ പ്രശ്നം നമുക്കാണ് പിഴച്ചത്. കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടു കൂടി കാണാനും എവിടെ നിന്നാണ് ഉരുൾപൊട്ടുന്നത് എന്നറിഞ്ഞ് തടകെട്ടാനും ഒന്നും സന്നദ്ധമാകാതെ എല്ലാറ്റിലും ആടി, എല്ലാറ്റിലും പാടി, എല്ലാറ്റിൻ്റെ കൂടെയും ഒഴുകി അവസാനം നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ അപകടകരമായ സ്വഭാവത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ വിരല് കടിച്ച് നിൽക്കുകയാണ് അധ്യാപകന്മാർ, ഗുരുനാഥന്മാർ, കാരണവന്മാർ. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നോക്കുകുത്തികളായിരുന്നു. നമ്മളെ ഉപയോഗിച്ച് നമ്മളെ നിശ്ചലമാക്കി. ഈ പഴയ കാലത്ത് വയലിലും ഈ കരിങ്കണ്ണ ഇത് നോക്കെന്ന് പറഞ്ഞിട്ട് വെക്കുമല്ലോ. പുതിയ കെട്ടിടമൊക്കെ ഉണ്ടാകുമ്പോൾ മാഷാ അല്ലാ, തബാറക് അല്ലാ, ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്നൊക്കെ പറഞ്ഞിട്ട് കരിങ്കണ്ണ ഇത് നോക്കെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കും. യഥാർത്ഥത്തിൽ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവൻ എന്താ ചെയ്യണമെങ്കിൽ അതാണ് ആ വീട്ടിൽ നടക്കുള്ളൂ. നമ്മളെ നോക്കിയിട്ടോ നമ്മളെ കേട്ടിട്ടോ ആ വീടിന് ഒരു കുഴപ്പമുണ്ടാകാൻ പോണില്ലേ. നിരുപദ്രവകരമായ ഒരു സാധനമാണത്. അതേപോലെ പഴയ കാലത്ത് വയലുകളിലൊക്കെ കുറുക്കനും പട്ടിയും പന്നിയൊന്നും വരാതിരിക്കാൻ വൈക്കോല് നിറച്ച് ഒരു കുടമൊക്കെ കമഴ്ത്തി വെച്ച് അതിന് കണ്ണും മൂക്കും ഒക്കെ വരച്ചിട്ട് രാത്രികാലത്ത് ജന്തുക്കളുടെയും വന്യജീവികളുടെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കൃഷി ഉൽപ്പന്നങ്ങളെ, കാർഷിക ഉൽപ്പന്നങ്ങളെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം വെക്കും, പൊയ്ക്കോലം. അതിൻ്റെ വില പോലും, അതിൻ്റെ ഒരു അന്തസ്സ് പോലും ഇല്ലാത്തവണ്ണം എന്നെയും നിങ്ങളെയും ഒക്കെ വെറും പൊയ്ക്കോലങ്ങളാക്കി ആരൊക്കെയോ എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ എന്തും വലിച്ചിഴച്ച് കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളിൽ അതിമാരകമായ വിഷവസ്തുക്കൾ വിതറി അവരെ അതിൽ നിന്ന് രാസവളം കുത്തിവെച്ച് വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് പിന്നെ കുട്ടികൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത്.
കല്യാണം തന്നെ വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് വിവാഹം? അതിന് ലളിതമായി പറയുന്ന വേറൊരു വർത്താനുണ്ട്. എൻ്റെ വാപ്പാനും ഉമ്മാനും നമ്മൾ കണ്ടിരിക്കണം. എൻ്റെ വാപ്പാനും ഉമ്മാനും എനിക്കറിയാം. ഓലെന്ത് കല്യാണം നടത്തിയത് നമുക്കറിയാലോ. പിന്നെ ഈ അമ്മ അതിന് കല്യാണം നമ്മൾ നടത്തിയിട്ട് എന്താ കാര്യം? അപ്പയും ഉമ്മയും വീട്ടിൽ കുറുക്കനും കുറുതലും കണ്ട മാതിരിയാണ്, കീരിയും പാമ്പും കണ്ട മാതിരിയാണ്, വെയിലും മഴയും ഒരുമിച്ച് പെയ്യണ മാതിരിയാണ്. വല്ലാത്ത അന്തരീക്ഷം വീട്ടിൻ്റെ ഉള്ളിൽ. നമ്മുടെ കുട്ടികൾ ഏറ്റവും ആദ്യത്തിൽ ഏറ്റവും അവസാനത്തിലും പകർത്താൻ ശ്രമിക്കുന്നത് നമ്മളെയാണ്, നമ്മുടെ വീടുകളെയാണ്, വാപ്പയും ഉമ്മയാണ്. മമ്മൂട്ടി മോഹൻലാലും റൊണാൾഡോയും മെസ്സിയും വിരാട് കോഹ്ലി അശ്വിനും ഒക്കെ വന്നാലും ശരി, നല്ലൊരു ശതമാനം 80% പ്രിന്റ് എടുക്കുന്നത്, സ്കെച്ച് ചെയ്യുന്നത് വാപ്പാനും ഉമ്മനെയാണ്. ഈ വാപ്പയും ഉമ്മയും വീട്ടിൽ നടത്തുന്ന പ്രകടനം കൊണ്ട് അല്ലാഹു റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങൾ നിന്ദിച്ച് കുട്ടികളെ മുമ്പ് സംസാരിക്കരുത്. നമ്മുടെ ഇണകളെ വില കുറച്ചിട്ട് നമ്മളെ കുട്ടികളെ മുമ്പ് നിങ്ങൾ സംസാരിക്കരുത്. അതേപോലെ ഭർത്താവിൻ്റെ ഇണയുടെ വില കുറച്ച് പെണ്ണ് സംസാരിക്കരുത് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്. കുട്ടികൾക്ക് മനസ്സിലാവണം, വാപ്പാക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മാനെയാണ്, ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടം ഉപ്പയെയാണ്. ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളതയും അതിൻ്റെ ത്യാഗവും സഹനവും വിട്ടുവീഴ്ചയും വിശാലതയും അവർ തമ്മിലുള്ള പൊരുത്തവും ഇണക്കവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവണം, ഇത് മധുരോധരമാണ്. ഏത് കൈപ്പുറ്റ അനുഭവങ്ങളെയും മധുരമുള്ളതാക്കി മാറ്റാൻ ഞങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും കഴിയാറുണ്ട് എന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആൺതുണ വന്നാൽ, ഒരു പെൺതുണ വന്നാൽ ഞങ്ങളുടെ ജീവിതം ഏത് വെയിലിലും ഏത് കൊടുങ്കാറ്റിലും മനോഹരമായിട്ട് നിലനിൽക്കും. ഇതിപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും മിക്കവാറും ആ ഒരു സ്വഭാവത്തിൽ ഇണകൾ തമ്മിലുള്ള ആശയപ്പൊരുത്തമില്ലായ്മ, പ്രയോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും വർത്തമാനങ്ങളിലൊക്കെ സംഭവിക്കുന്ന അപകടകരമായ കയറ്റിറക്കങ്ങൾ, ഇതൊക്കെ കൂടി നമ്മളെ പണ്ടത്തെ മാതിരി കുട്ടികൾ സാധുക്കളൊന്നുമല്ല, നന്നായിട്ട് പിടിച്ചെടുക്കും, എളുപ്പം പിടിക്കുകയാണ് അവർ കാര്യങ്ങളൊക്കെ. അപ്പം അവർ പറയണത് ആപ്പിയമ്മി കല്യാണം കഴിച്ച പോലെയാണെങ്കിൽ ഇതില്ലാതിരിക്കലാണ് നല്ലത്. ഇന്ന് ഉപ്പാനെ ഉമ്മാനെ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അപ്പ ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചു. നമുക്കത് കൈകാര്യം ചെയ്യണം. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ എത്ര ഹീറോമാരായി, എത്ര മാതൃക വാപ്പയും ഉമ്മയായിട്ട് മാറാൻ കഴിയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതി. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനങ്ങൾ തകരുന്നതും പൊളിയുന്നതും വാപ്പയും ഉമ്മയും പരാജയപ്പെടുന്നതോടുകൂടിയാണ്. വേറെ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ വെച്ചിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റണമായിരുന്നു. സ്കൂളിൽ കുഴപ്പമുണ്ട്, സ്കൂൾ എന്തോ ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന പഠനം എന്തോ ആയിക്കോട്ടെ, പക്ഷെ സദാചാരത്തിന്റെ, ധാർമ്മികതയുടെ, മൂല്യങ്ങളുടെ, വിശുദ്ധിയുടെ, ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ എല്ലാ നല്ല വശങ്ങളെയും ആവാഹിക്കാനും നിലനിർത്താനും സംരക്ഷിക്കാനുമുള്ള സുരക്ഷിത കേന്ദ്രമായി വീട് എന്ന് പറഞ്ഞാൽ വാപ്പമ്മ, വാപ്പിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ വാപ്പിയമ്മയും ഒരു നോക്കുകുത്തിയുടെ മാത്രം റോളിൽ ഈ പറഞ്ഞ വൈക്കോൽ രൂപത്തിന്റെ ഇടപെടൽ പോലും നടത്താൻ കഴിയാത്തവണ്ണം, അതിനെ കണ്ടിട്ട് കുറുക്കനും കുറുനരിയും പന്നിയൊന്നും അങ്ങോട്ട് വരില്ല, ഇതിവിടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ വാപ്പയമ്മ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ മക്കൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ ദിശ മാറാതിരിക്കാൻ ഒന്നും സംഭവിക്കാതിരിക്കണില്ല. എല്ലാ ട്രാഫിക്കും ലംഘിച്ച് നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. മക്കളെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയരുത്. മക്കളല്ല മോശക്കാർ. നമ്മൾ കൊടുത്തത്, നമ്മൾ വിതച്ചത്, നമ്മൾ കുഴിച്ചിടത്ത് നമ്മുടെ കുട്ടികൾ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികളോട് നമ്മൾ വിവാഹാന്വേഷണം നടത്തുമ്പോൾ വേണ്ടെന്ന് പറയും. ഒന്ന്, ഇങ്ങനെ ഒരു കല്യാണം നമുക്ക് വേണ്ടെന്ന് പറയും. രണ്ടാമത്തത് അവർ പറയുന്നത് ആരെങ്കിലും വരും, ആരായിട്ടും വരും. ഈ അടുത്ത് ഇപ്പോൾ ഒരു സംഗതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഒരു വാപ്പ പറഞ്ഞു, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വർത്താനാണ്, നിങ്ങൾ പ്രേമോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതിയിലും കുടുംബത്തിലും പെട്ടി നിങ്ങൾ എടുക്കുക. വേറെ ഏതെങ്കിലും ഒരു അന്യജാതിയിൽ നിന്ന് ആരെയും കഴുത്തിലാക്കി ഇങ്ങോട്ട് വരില്ലേ, വാപ്പാനെ മാനം കെടുത്തല്ലേ, ഉമ്മാനെ മാനം കെടുത്തല്ലേ. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ഇണകളിൽ അതെന്നെ പറയാൻ പറ്റുമെന്നുള്ള വേറെ പ്രശ്നമാണ്. പക്ഷെ ഗതികേട് കൊണ്ട് ഇതെല്ലാം എന്താ പറയാ, ആരും ചൂടലിട്ടാണ് ഇവൻ വരിക, ഏതവനും കയറ്റിയിട്ടാണ് ഇവള് വരിക. ജീവിതാനുഭവങ്ങളുടെ എല്ലാ പാഠങ്ങളുമുള്ള വാപ്പയും ഉമ്മയും. പഴയ കാലത്തൊക്കെ കല്യാണം നടത്തിയിരുന്നത് അങ്ങനെയാണ്. പെണ്ണിനെ വാപ്പയും കണ്ടിട്ടുണ്ടാവില്ല, വാപ്പാനെ പെണ്ണും കണ്ടിട്ടുണ്ടാവില്ല. വാപ്പയും ഉമ്മയും കൂടി തീരുമാനിച്ച കല്യാണക്കാരോ അത് പോയിട്ടാണ് കെട്ടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയൊക്കെ വേണമെന്ന് വെച്ചാൽ അത് വേറെ പ്രശ്നമാണ്. അങ്ങനെയൊന്നും വേണ്ടതൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞിട്ടുണ്ട്, കല്യാണം നടത്തുമ്പോൾ നിങ്ങൾ പെണ്ണിനെയൊക്കെ കാണണം, പെണ്ണ് ആണിനെയും കാണണം, രണ്ടാളുടെയും അഭിപ്രായം എടുക്കണം. പെണ്ണിന്റെ മൗനം സമ്മതമാണ്,
അവൾ മിണ്ടാതിരുന്നാൽ അത് ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല അവൾ വല്ലതും പറയുന്നുവെങ്കിൽ, ഇപ്പം അവനും മിണ്ടാതിരിക്കണമെങ്കിൽ പേടിച്ചിട്ട് മിണ്ടാതിരിക്കണമെങ്കിൽ വേറെ കറിയാം. നാണം കൊണ്ടും ലജ്ജ കൊണ്ടും സ്വാഭാവികമായ വിശുദ്ധി കൊണ്ടും ഒക്കെ ഒരു പെണ്ണ് മിണ്ടാതിരുന്നാൽ അത് നിങ്ങൾക്ക് അടയാളമായിട്ട് എടുക്കാം. റസൂൽ അല്ലാതെ ഏതോ ഒരുത്തനെയും കൊണ്ടുവന്നിട്ട് ഓളെ തൂളിലും ഓളെ കൊണ്ടുപോയിട്ട് മറ്റവൻ്റെ തലയിലും കെട്ടി വെക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് രണ്ടാളും തമ്മിൽ അറിയണം, രണ്ടാളെയും കാണണം. ശാരീരിക മാനസിക പൊരുത്തങ്ങൾ ഇതൊക്കെ നിർവഹിക്കപ്പെടണം. അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാണാനും അറിയാനൊക്കെ ഉള്ള അവസരം കൊടുക്കണം. അല്ലാതെ ഏതൊരു പെണ്ണിനും അങ്ങനെ കൊടുക്കണം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ കല്യാണമൊക്കെ നടന്നിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പാപ്പാരും ഉമ്മാരും തീരുമാനിച്ച കല്യാണങ്ങളൊക്കെ നടത്തിയിട്ട് എവിടെയെങ്കിലും അടിപിടി നടന്നത് വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. നല്ല സൗന്ദര്യമുള്ള വാപ്പുണ്ടാവും, ഒരു ചൊറുക്കില്ലാത്ത ഉമ്മ ഉണ്ടാവും. നല്ല സൗന്ദര്യമുള്ള ഉമ്മ ഉണ്ടാവും, ഒരു സൗന്ദര്യമില്ലാത്ത ഉപ്പുണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ പുതിയാപ്പിളാര് വലിയ വലിയ കുടുംബങ്ങളിലെ തറവാട്ടിലൊക്കെ ഉള്ള കല്യാണങ്ങൾ മുതൽ സാധാരണക്കാരുടെ കല്യാണങ്ങൾ എങ്ങനെ തന്നെയായിരുന്നു. അതേപോലെ നീളുള്ള വാപ്പയായിരിക്കും, ഉമ്മ തീരെ ഉയരം കുറഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ ഒന്നും പറ്റൂലല്ലോ. ഇപ്പൊ എല്ലാറ്റിനും അതിന്റെ ഒരു അളവും സെന്റിമീറ്ററും ഒക്കെ നമ്മൾ കാണണം. ഇപ്പൊ അങ്ങനെ അല്ലെന്ന് വെച്ചാൽ അങ്ങനെ ആവണം. പഴയ കാലത്താണെന്ന് അങ്ങനത്തെ പരിഗണന ഒന്നുമില്ല, കല്യാണം കണക്കായിരുന്നു. അതേസമയം ഇപ്പോ നമ്മൾ കൊടുക്കുന്ന വധൂവരന്മാരെ പോലും നമുക്കറിയാലോ, എൻ്റെ കുട്ടിക്ക് ഇതാണ് പറ്റിയത്, എൻ്റെ ആൺകുട്ടിക്ക് ഇതാണ് നല്ലത്, പെൺകുട്ടിക്ക് ഇതാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും നിൽക്കില്ല. അവരാരെങ്കിലൊക്കെ ആയിട്ട് വരും, എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലും കൊണ്ടുവരും. ഇതിനൊക്കെ താലി കൊട്ടി കൊടുക്കണ്ട, അതിനെയൊക്കെ വഴങ്ങി കൊടുക്കണ്ട നിർബന്ധിതമായ സാഹചര്യങ്ങൾ പല വീടുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അഥവാ സമ്മതിച്ചു കൊടുത്താലോ ആയിക്കോട്ടെ, എന്നാൽ അതങ്ങനെ ആവട്ടെ എന്ന് വെച്ചാലോ 6-ാം മാസം തന്നെ ഒരു അടിപിടി തുടങ്ങും. അത് വേറെ പ്രശ്നം. എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നതിനെ ഒന്ന് ഒരുമിപ്പിച്ച് നിർത്തി പോട്ടെ വണ്ടി മുന്നോട്ട്. അങ്ങനെ പോക്ക് ഇല്ല എന്നുള്ളത്. നമ്മളൊക്കെ പള്ളി സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ പുതിയ വിവാഹങ്ങൾ, പുതിയ വിവാഹ മോചനങ്ങൾ, വിവാഹത്തെക്കാൾ എളുപ്പത്തിൽ, വിവാഹം തീരുമാനിക്കാൻ ഭയങ്കര പണിയാണ്, അതിനേക്കാൾ എളുപ്പത്തിൽ വിവാഹമോചനത്തിന്റെ തിരക്ക് കൂട്ടലുകൾ വളരെ പെട്ടെന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ. ഇതിനൊക്കെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്താണ് വിവാഹമെന്നും വിവാഹം ആരുണ്ടാക്കിയതാണെന്നും എന്താണതിൽ പാലിക്കേണ്ട മുറകളെന്നും എന്ത് ബാധ്യതകളാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെന്നും ആണും പെണ്ണും ഒക്കെ ഇതൊന്നും നമ്മുടെ കുട്ടികളിലേക്ക് പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ മറുഭാഗം നന്നായിട്ട് ഒഴുകി വരുന്നുണ്ട്. ആരെ കൂടി പോയിക്കുക, എന്തിനാ കല്യാണമൊക്കെ കഴിക്കേണ്ട കാര്യം? ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ഥാപനമാണ് കുടുംബം. ഏറ്റവും അപകടകരമായ ബന്ധനമാണ് ഒരു പെണ്ണിനെ നമ്മളെ തോളിൽ കൊണ്ടെടുക്കുക എന്ന് പറയുന്നത്. ഏതോ ഒരുത്തനെ, ഒരാണിനെ സഹിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പെണ്ണിന്റെ ഗതികേടാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ലിബറൽ അൾട്രാ സെക്യുലർ സംവിധാനങ്ങളിലൂടെ വളരെ ആഴത്തിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വീഴും ഈ ആമ്പാറ്റകൾ പോലെ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതിലേക്ക് വീഴും. കാരണം അടിച്ചു പൊളിച്ച് തെറിച്ച് പുളച്ച് ജീവിക്കാൻ വലിയ, അതൊക്കെ ഒരു ഘട്ടത്തിൽ പ്രായത്തിന്റെ ആ നിറവുള്ള യുവത്വത്തിന്റെയും കൗമാരത്തിന്റെയും ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും ആ ചതിക്കുഴിയിലേക്ക് വലിച്ചഴക്കപ്പെടുകയൊക്കെ ചെയ്തിട്ട് വിവാഹത്തെയും കുടുംബജീവിതത്തെയും ഇണയാകുന്ന സങ്കല്പത്തെയൊക്കെ വില കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പാപ്പാക്കും ഉമ്മാക്കും എനിക്കും നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. കല്യാണം കഴിക്കണം എന്ന് അള്ള പറഞ്ഞതാണ്. അല്ല അവിടുത്തെ CPM പറഞ്ഞുകൊണ്ടോ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടോ BJP പറഞ്ഞുകൊണ്ടോ ഇവിടുത്തെ സെക്യുലറിസ്റ്റോ നാഷണലിസ്റ്റോ സോഷ്യലിസ്റ്റോ ഡെമോക്രറ്റിസ്റ്റോ ഒന്നും പറഞ്ഞുകൊണ്ടല്ല നമ്മൾ കല്യാണം കഴിക്കണത്. ഓല് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹ്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ, എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കിയ അള്ളാഹുടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വിവാഹിതരാവണം. അയാമാമിക്കും നിങ്ങളെ കുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കണം. ഇപ്പം വൈകരുത് എന്ന് കൂടി അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കല്യാണം കഴിക്കണമെങ്കിൽ 18 വയസ്സാണ്. പക്ഷെ അതിന്റെ മുമ്പ് വിവാഹപൂർവ്വ ബന്ധങ്ങൾ, അതിനൊന്നൊരു പ്രശ്നമില്ലേ നമ്മുടെ നാട്ടില്. അതിന് സ്വാതന്ത്ര്യമാണ്. ആർക്കും ആരെ കൂടി ആവാം, എങ്ങനെയാവാം. പക്ഷെ ഉഭയകക്ഷി സമ്മതം ഉണ്ടായാൽ മതി. ബലാത്സംഗവും മാനഭംഗവും വലിച്ചു കെട്ടൊന്നും ആവരുത്. സമ്മതത്തോടു കൂടി നിങ്ങൾക്ക് എന്തും ചെയ്യാം. കല്യാണം കഴിക്കണമെങ്കിൽ ഗവൺമെന്റ് ഷർത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രായം കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ വിവാഹം വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല, വ്യാപാരത്തിന് തടസ്സമല്ല, തൊഴിലിന് തടസ്സമല്ല, ജീവിതത്തിലെ ഒരു സംഗതിക്കും വിവാഹം തടസ്സമല്ല. എന്നല്ല യുഗരിഹുമുല്ലാഹു മിൻ ഫദലിഹി. പല ആളുകളും പറയുന്ന കല്യാണം കഴിച്ചാൽ കല്യാണത്തിന് കഴിക്കാനുള്ള പൈസ ആയിട്ടില്ല. അതിപ്പോ നമ്മളുണ്ടാക്കി വെച്ചൊരു മാമൂലാണ്. വിവാഹം എന്ന് പറയുന്നത് ഫണ്ട് പണം കൊണ്ട് നടത്തേണ്ട ഒരു ആർഭാട പ്രകടനമാണ്. എന്നിട്ട് അതിലൂടെ സംഭവിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പൈസ തികയണില്ലേ. കല്യാണം എന്ന് പറയുന്നത് ഒരു അനാശാസ്യവും ആഭാസവും അധാർമിക പ്രവർത്തനമൊക്കെ ആയിട്ട് മാറിയതുകൊണ്ട് പണം കണ്ടമാനം പണം വേണം കല്യാണം. അള്ളാഹ് ഒന്നും പറഞ്ഞിട്ടില്ലേ. അള്ളാഹ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല,
നിങ്ങൾ ദരിദ്രരാണെങ്കിൽ അല്ലാഹു യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, നിങ്ങൾ വിവാഹിതരാകുന്നതോടുകൂടി അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങളെ ഐശ്വര്യവാനാക്കും. അല്ലാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ചാരിത്ര വിശുദ്ധിയുടെയും ശാരീരിക വിശുദ്ധിയുടെയും ധാർമ്മിക വിശുദ്ധിയുടെയും കുടുംബജീവിതത്തിന്റെയും മൂല്യത്തിന് വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകി സഹായിക്കുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗതിയില്ലാത്തവൻ പോയിട്ട് കല്യാണം കഴിക്കണമല്ലോ, അവനോട് നോമ്പ് കൊടുക്കാനാ പറഞ്ഞു. സാമ്പത്തികമായ അധ്വാനവും തൊഴിൽപരമായ നൈപുണ്യവും അതുപോലെ തന്നെ നിരന്തരമായി കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹത്തിലേക്കുള്ള ചിന്തയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണില്ലെങ്കിൽ പിന്നെ ഒരു പണി എടുക്കേണ്ടി വരില്ല. ഒഴിഞ്ഞിരുന്നിട്ട് കാശ് കിട്ടുന്നത് ഇട്ട് തൊലച്ച് മുടിച്ച് ജീവിക്കാനാണ് ആഗ്രഹം ഉണ്ടാവുക. വിവാഹം എന്ന് പറയുന്നത് വ്യക്തിയെ കരുത്തനാക്കും, അവനെ നിരന്തരമായി കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കും, ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവനെ കരുത്തനാക്കും, ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ അവന് ശേഷി ഉണ്ടാവും. ഇതിലൊക്കെ ഒരു മനുഷ്യന്റെ പൂർത്തീകരണം പോലും നടക്കുന്ന വളരെ നിർണായകമായ. അപ്പൊ അതൊന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? വിവാഹ ജീവിതത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, ഭൂമിയിലുള്ള എല്ലാത്തിനെയും ഇണകളായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം ഇണകളാണ്. വൈരുദ്ധ്യം എതിരാണെന്നൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വൈരുദ്ധ്യങ്ങളില്ല. രാത്രി പകലും എന്താണ്? വൈരുദ്ധ്യമാണ്, എതിരാണ്. അല്ല, രാത്രിയും പകലും ഇണയാണ്, തുണയാണ്. രാത്രി ഇല്ലെങ്കിൽ പകലിന് പ്രസക്തി ഒന്നുമില്ല, പകലില്ലെങ്കിൽ രാത്രിക്കും പ്രസക്തി ഇല്ല, ഒരു വില ഉണ്ടാവില്ല. കരയും കടലും ഇണയും തുണയുമാണ്. കരയില്ലെങ്കിൽ കടലില്ല, കടലില്ലെങ്കിൽ കരയില്ല. കടല് മാത്രമായിട്ട് എന്തിനാ ഭൂമി? കര മാത്രമായിട്ട് എങ്ങനെയാ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക? അപ്പൊ കരയും കടലും ചേരുമ്പോഴാണ് സുന്ദരമായ ഭൂമി ഉണ്ടാകുന്നത്. രാവും പകലും ചേരും. അപ്പോ വൈരുദ്ധ്യാധിക ഭൗതിക സിദ്ധാന്തം അനുസരിച്ചിട്ട് ഇരുട്ടുവറയാണ്. ഇരുട്ടും പകലും ഒരിക്കലും ചേരുന്ന ഒന്നല്ല, അങ്ങനെയാണ് പറയുക. കരയും കടലും ചേരാൻ പാടില്ല, വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങളാണ്. രണ്ടിനും കരയെ കടലിനോടും കടലിനെ കരയോടും ചേരാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ള എല്ലാ സാധനവും അങ്ങനെയാണ്. നിങ്ങൾ ഇനി എന്തും സംഗതിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഇണകളായിട്ടാണ് ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹ് പറയണത് മനുഷ്യന് വേണ്ടി അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു തന്നു, ഇണയെയും തുണയും സൃഷ്ടിച്ചു തന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇതിന്റെ മറ്റൊരു ഭാഗമുണ്ട്. അപ്പൊ ഇണ വേണ്ട എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇണ ആവശ്യമില്ല. ഇണയും തുണയുമില്ലാതെ വ്യക്തിക്ക് സ്വതന്ത്രനായി ജീവിക്കാം. ഏതോ ഒരു ശാരീരികവും മാനസികമായ തകരാറുള്ള ഒരാള് അല്ലെങ്കിൽ ഒരൊറ്റ വ്യക്തി എന്തോ കാര്യത്താൽ എടുക്കുന്ന തീരുമാനത്തിനെ കുറിച്ചല്ല, സാമൂഹികമായിട്ട് തന്നെ സംഘടനാപരമായി, രാഷ്ട്രീയപരമായി, വിദ്യാഭ്യാസപരമായി അത്തരം കമ്മ്യൂണിക്കേഷനുകൾ ഇപ്പൊ നൽകപ്പെട്ടുകൊണ്ടിരിക്കുക. ഇണ വേണ്ടതില്ല. ഇതിന്റെ മറുവശമുണ്ട്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും സൃഷ്ടിച്ചെന്നത്. രണ്ടാളെയും ശാരീരിക മാനസിക എല്ലാ ഘടനകളും ഇത് രണ്ടും ചേരാൻ പറ്റിയ പോലെ തന്നെ ആണും പെണ്ണും ഇണയായ രൂപത്തിൽ, ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും. അതുകൊണ്ടാണ് ഈ 7-ാം വയസ്സ് എന്നാ 12-ാം വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു പ്രേമം പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിനെ കാണുമ്പോൾ ഒരു ആകർഷണീയത, ആൺകുട്ടിനെ കാണുമ്പോൾ ഒന്ന് കൊഞ്ചി സംസാരിക്കാനുള്ള മോഹം ഇത് നമ്മുടെ ജീനിലുണ്ട്, DNA-ലുണ്ട്. അത് ജീവിതത്തിന്. പക്ഷെ അള്ളാഹ് ഇതിന് പറയണ പണി എന്താ? അതിനെ ധാർമ്മികമായി നിയന്ത്രിക്കണം, നിർണയിക്കണം, നിശ്ചയിക്കണം. എവിടെയും ഒരു കാര്യം എന്തും എവിടെ എങ്ങനെ ചെയ്യാൻ പറ്റിയതല്ല. അതിൻ്റെ അളവുകൾ, അതിൻ്റെ അതിരുകൾ, അതിൻ്റെ ഇടങ്ങളെ നിശ്ചയിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലാതെ അത് വേണ്ടെന്ന് പറയണില്ലേ. ഇസ്ലാം അങ്ങനത്തെ ഒരു കാര്യം വിലക്കിയിട്ടില്ല. അതൊക്കെ പറയുന്നുണ്ടോ? നാടാൻ പാടില്ല, പാടാൻ പാടില്ല. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ പോകാൻ പറ്റൂല, ഇഷ്ടപ്പെട്ട ആണിന്റെ കൂടെ പോകാൻ പറ്റൂല, അവിടെ പോകാൻ പറ്റൂല, ഇവിടെ പോകാൻ പറ്റില്ല. അതൊക്കെ വെറുതെ പറയുന്ന വർത്താനാണ്. അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞതാ. അങ്ങനത്തെ നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പട്ടാളത്തിലുണ്ട്, സൈന്യത്തിലുണ്ട്, പാർട്ടിയിലുണ്ട്, സംഘടനയിലുണ്ട്, ഓഫീസിലുണ്ട്, കച്ചവട സ്ഥാപനത്തിലുണ്ട്. നിയമങ്ങളില്ലാത്ത ഏത് സ്ഥാപനങ്ങളല്ലത്? കാരണം ആ സ്ഥാപനം നിലനിന്ന് പോകണമെങ്കിൽ അങ്ങനത്തെ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. പക്ഷെ ഇസ്ലാം വളരെ മനോഹരമാണ്. നിങ്ങൾ നോക്കിക്കോ, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ചിലർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലവർ പറയുന്നുണ്ട് പാട്ട് കേൾക്കാൻ പാടില്ല, അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ ചില മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് റസൂല്. ഈ എന്താണ് നർത്തകിമാർ പെരുകുക, സംഗീതോപകരണങ്ങൾ വർദ്ധിക്കുക, എല്ലാവരും അതിൻ്റെ ആലസ്യത്തിലും അതിൻ്റെ ആഘോഷത്തിലും അതിൻ്റെ ആർഭാടത്തിലും ഒക്കെ മുഴുകുന്ന സാഹചര്യങ്ങൾ വരിക. ആടലും പാടലും ചാടലും മറിയലുമായിട്ട് അന്തരീക്ഷം മുഴുവൻ എവിടെയാണെങ്കിലും, അത് സ്കൂളിലത്, റോട്ടിലത്, ബസ് കയറിയാലത്, ഗ്രൗണ്ടിലെത്തിയാലത്, ആടുക, പാടുക, ചാടുക, മറിയുക, അതിനൊക്കെ റസൂല് വിലക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ട്.
ഓരോന്നും ചെയ്യേണ്ട സ്ഥലത്തെ ഓരോന്നും ചെയ്യാൻ പാടുള്ളൂ. ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്തിരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അതൊരു മര്യാദയാണല്ലോ. എല്ലാറ്റിനും ഇടങ്ങൾ അല്ലാതെ അല്ല ഇതൊന്നും പാടില്ല, ആടാൻ പാടില്ല, പാടാൻ പാടില്ല, ചാടാൻ പാടില്ല, ഇതൊന്നും അല്ല പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതിന് അതിരുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാടാം, പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മുമ്പിൽ പാടിക്കോട്ടെ, ആണുങ്ങൾ ആണുങ്ങൾ മുമ്പിൽ പാടിക്കോട്ടെ. ഏത് പാട്ട്? നല്ല പാട്ട്. അശ്ലീലം പാടരുത്. ലിബറലാന്ന് പറഞ്ഞിട്ട് പ്രേമഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, രതിഗാനങ്ങൾ, അശ്ലീല ഗാനങ്ങൾ, ചുംബനം, ആലിംഗനം ഇതിനൊക്കെ വർണ്ണിക്കുന്ന പാട്ടുകൾ കേൾക്കാൻ പറ്റില്ല. കാരണം അത് മനുഷ്യന്റെ മനസ്സിനെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നതാണ്. നല്ല പാട്ട് കേൾക്കാം. വിശുദ്ധിയുള്ള, വിമോചനമുള്ള, വിപ്ലവമുള്ള, ധാർമ്മികതയുള്ള, നന്മയുള്ള. മറ്റേതായ അശ്ലീലതയാണ്, അനാശാസ്യതയാണ്. പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, രചിക്കാൻ പാടില്ല, നടത്താൻ പാടില്ല. ഒരു പാട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. നല്ല പാട്ടുകൾ കേൾക്കാം. അതിന് ഉപകരണങ്ങളും ആവാം, അതിനൊന്നും വിരോധമില്ല. പക്ഷെ എന്ത് ചെയ്യുക? അങ്ങനെയൊക്കെ വിലക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈംഗിക പ്രവർത്തനങ്ങൾ അതാണല്ലോ അല്ല വിലക്കേണ്ടത്. അത് പാടില്ല. കാരണം മനുഷ്യനെ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള വലിയ പരീക്ഷണമായി അള്ളാഹ് നിക്ഷേപിച്ചിട്ടുള്ളത് പാട്ടും പ്രസംഗമൊന്നുമല്ല. അതിനേക്കാൾ അപകടകരമാണ് മനുഷ്യന്റെ ലൈംഗിക ചിന്തകൾ എന്ന് പറയുന്നത്. അള്ളാന്റെ മനസ്സിൽ വെച്ച സാധനം അള്ളാഹ് പ്രോഗ്രാം ചെയ്ത് നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനുഷ്യന്റെ മനസ്സിൽ തകട്ടി ഏത് സമയത്തും പുറത്തിയാടും. സ്ഥലകാല ബോധം പോലും ഇല്ലാതെ പുറത്തിയാടുന്നൊരു സാധനമാണത്. എന്നാൽ അതാണ് ഹറാമാക്കി. ആ പരിപാടി പാടില്ല. നിങ്ങളൊക്കെ സന്യാസികളാവുക, ബ്രഹ്മചാരികളാവുക, നിങ്ങൾ ഒരിക്കലും ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ സങ്കല്പിച്ച മതങ്ങളുണ്ട്, പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. കല്യാണം കഴിക്കാതിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് പോലും. വലിയ വലിയ നേതാക്കന്മാരടക്കം നമ്മളോട് പറയേണ്ട നിങ്ങൾക്ക് 3 കുട്ടികളെങ്കിലും വേണം. മൂപ്പർക്ക് പെണ്ണുങ്ങളും ഇല്ല, കുട്ടികളും ഇല്ല. ഇത് പറഞ്ഞ ആൾക്ക് മോഹൻ ഭാഗവത്, RSSന്റെ നേതാവ്, ഹിന്ദു സ്ത്രീകൾക്ക് കൂടുതൽ കുട്ടികൾ വേണം. പിന്നെ ഓലോട് കഴിച്ചിട്ട് തുടങ്ങേണ്ട ആദ്യം. നമ്മുടെ പ്രധാനമന്ത്രിക്കും പെണ്ണുങ്ങളും കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളും പെണ്ണുങ്ങളും മാറ്റി ഒന്നും വിഷമം അറിയില്ല. വേറെ നമ്മളെ മനസ്സിലാക്കേണ്ടതാണ്. വീണകളും കുട്ടികളും ഒക്കെ വരുമ്പോഴാണ് ജീവിതത്തിന്റെ നിയന്ത്രണവും ജീവിതത്തിന്റെ ബാലൻസിങ്ങും കാഴ്ചപ്പാടുകളും നിലപാടുകളുടെയൊക്കെ വിശാലതയും പരിമിതിയൊക്കെ ഒരു മനുഷ്യന്റെ രൂപപ്പെടുക. കുടുംബവും കുട്ടികളും ഒക്കെ നമ്മളെന്നെ നിയന്ത്രിക്കപ്പെടുമല്ലോ. കൗമാരത്തിലുള്ള മാതിരി ആവില്ല. നമ്മളെ കുട്ടികളെ വളർന്നു വന്നാൽ കുട്ടികളെ പേടിച്ചിട്ടെങ്കിലും കുട്ടികളെ പേടിക്കാൻ പറഞ്ഞ പോലെ പേടിച്ച എൻ്റെ കുട്ടികളാണത്. അവരുടെ മുമ്പിൽ എനിക്ക് വഷളാകാൻ പറ്റില്ല, അവരെനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല, അവരെനിക്ക് നിന്ദിതയിലേക്ക് ചവിട്ടി താഴ്ത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്നെ നിയന്ത്രിക്കണം, ഞാനൊന്ന് ശരിപ്പെടണം. എപ്പോഴുണ്ടാവുക? നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇണയുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ എപ്പോഴും പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കും. ആണിനും പെണ്ണിനും ഒക്കെ എൻ്റെ ഇണയാണത്, എൻ്റെ തുണയാണത്. അവരെ വഞ്ചിക്കാൻ പറ്റില്ല, അവരെ ഒറ്റാൻ പറ്റില്ല, അവരെ തകർക്കാൻ പറ്റില്ല, അവരെ നശിപ്പിക്കാനും തളർത്താനും പാടില്ല. അത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്കൊരു കടിഞ്ഞോടുണ്ടാവും, നമ്മുടെ സ്വയം നിൽക്കും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പിടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹു മുടക്കിയിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാം കൂടി മുടക്കിയിട്ട് എല്ലാം തടഞ്ഞു എന്ന രീതിയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. മറിച്ച് എന്ത് ചെയ്തു? വിവാഹത്തിലൂടെ നിയന്ത്രിച്ചു. വിവാഹ ഉടമ്പടിയിലൂടെ അല്ലാതെ ഒരാണും പെണ്ണും തമ്മിൽ ശാരീരിക ബന്ധം പാടില്ല. അത് വിലക്കുകയാണെങ്കിൽ ഒന്നും പാടില്ല. കല്യാണവും വേണ്ട, തക്കാരം വേണ്ട, ഒരു പരിപാടിയും വേണ്ട. റസൂൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് റസൂൽ പറഞ്ഞു, സ്വന്തം ഭാര്യയുമായി അല്ലെങ്കിൽ ഇണയുമായി സഹവസിക്കുന്നതും ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലും പുണ്യമാണ്. അപ്പോ സഹാബികൾ ചോദിക്കുന്നത്, അല്ലാഹു റസൂലെ അതിലെന്ത് പുണ്യമുള്ളത്? ഒരു അശ്ലീല പ്രവർത്തനം, ഒരു അനാശാസ്യ പ്രവർത്തനം, ഒരു സുഖകരമല്ല, അങ്ങനത്തെ സുഖമല്ല നാം പറയണത്. ഒരു ആളുകൾ പരസ്യപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു പണി ഇതല്ലേ ഈ ചെയ്യണത്, അതിനെന്ത് കൂലിയായിട്ട്? റസൂൽ അതിന് മറുപടി കൊടുത്തത്, അത് അവിഹിതമായി ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. സൂറത്ത് നൂറുകൾ വായിച്ചു നോക്കുന്നുണ്ട്, വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വ്യഭിചാരം, അവിഹിത പ്രവർത്തനങ്ങൾ, കുറ്റാരോപണങ്ങൾ, അശ്ലീല പ്രചരണങ്ങൾ ഇതൊക്കെ നടത്തുന്നതിനെ കുറിച്ച്. അപ്പൊ നീ അവിഹിതമായി അനാശാസ്യമായി ചെയ്താൽ കുറ്റമാണെങ്കിൽ വിഹിതവും മാന്യവുമായി അത് നിർവഹിച്ചാൽ അതിന് പോലും പ്രതിഫലമുണ്ട്. എല്ലാ കാര്യം പോലെ അത് ഇത്രയും വിശാലവും മനോഹരവുമായിട്ടാണ്. പക്ഷെ എന്ത് ചെയ്തു? അതിന് അതിരുകൾ വെച്ചു. ഇന്നാളുകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. എല്ലായിടത്തും എല്ലാവരോടും എന്തിനോടും ബന്ധമുണ്ടാക്കിക്കൊണ്ട് ഇണകളാക്കി സങ്കല്പിച്ചുകൊണ്ടുള്ള പണികൾ നിങ്ങൾ നടത്തരുത്. പക്ഷെ ഉള്ള ബാക്കി നമുക്ക് പിന്നീട് പറയാം. കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരേണ്ടതാണ്. നിങ്ങളുടെയൊക്കെ കുട്ടികളെ ഇതിലേറ്റവും വിശുദ്ധമായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു പരീക്ഷണം എനിക്ക് നിങ്ങൾക്ക് കൊണ്ട്. പുറത്ത് ഇതിനെ തകർക്കാനിരിക്കുന്നവരും തളർത്താനിരിക്കുന്നവരും ഇതിൽ സംശയങ്ങളും ആകുലതകളും ഒക്കെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാമൂഹിക ഘടനകൾ നമ്മുടെ പുറത്തിരിക്കുന്നുണ്ട്. അവരെ വകഞ്ഞു മാറ്റി നമ്മുടെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ കുടുംബജീവിതത്തിൻ്റെയും വിവാഹ ജീവിതത്തിൻ്റെയും സദാചാരത്തിൻ്റെയും ഒക്കെ വിശുദ്ധിയും ആവശ്യവുമൊക്കെ നിങ്ങളിൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പലതും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാ ഭവിഷ്യത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുകൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് വിവാഹം, കുടുംബജീവിതം, സദാചാരം ഇത്തരം കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കണം. എന്നെ നിങ്ങളെയും നമ്മളൊന്ന് വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുട്ടികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അവസ്ഥകളും നല്ല സാഹചര്യങ്ങളും നല്ല ചുറ്റുപാടുകളും ഒക്കെ നൽകി അള്ളാഹു നമ്മുടെ നാടിനെ, ഇന്ത്യയെ, കേരളത്തെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഭരണകൂടങ്ങൾ, നല്ല ഉദ്യോഗസ്ഥന്മാർ, സമാധാനവും ശാന്തിയൊക്കെ നിലനിൽക്കുന്ന അന്തരീക്ഷങ്ങൾ ഇതൊക്കെ നൽകി അള്ളാഹു ഇനി ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പെൺകുട്ടികൾ, അവരെയൊക്കെ നല്ല വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു ഇനി ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. വീട്ടിലെ മാതാപിതാക്കൾ, വാപ്പയും ഉമ്മയും എന്നുള്ള നിലക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ പൂർണ്ണതയോടെ നിർവഹിക്കാനുള്ള അറിവും കഴിവും ഒക്കെ നൽകി നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവിടെയുള്ള എല്ലാവരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ ഇണകൾ, കുട്ടികൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, പേരക്കുട്ടികൾ, ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അവരോടൊക്കെയുള്ള ബാധ്യതകൾ അതിൻ്റെ മൂല്യത്തിലും നന്മയിലും വിശുദ്ധിയിലും നിർവഹിക്കാൻ ആവശ്യമായ അറിവും കഴിവും നൽകി നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും കുട്ടികളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വീഴ്ചകൾ നീ പൊറുക്കണ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ ഉപ്പ, ഉമ്മ, ഇണകൾ, കുട്ടികൾ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ സ്വീകരിക്കുമാറാക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, വലിയ രോഗങ്ങൾ, പറയാനും അറിയിക്കാനും ഒക്കെ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ആശ്വാസവും പരിഹാരവും സമാധാനവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم ارحمنا يا ارحم الراحمين اللهم انصرنا يا رب العالمين ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب اللهم ربنا ظلمنا انفسنا فان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله صلى الله على محمد صلى الله عليه وسلم.